നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നേരങ്ങളിൽ അങ്ങനെയൊന്നും സംഭവിക്കാറില്ലേ? നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയതെല്ലാം കൺമുന്നിൽ വെച്ച് ഒന്നുമല്ലാതാവുന്നൊരു നിമിഷം, എങ്ങോട്ടാ ഇനി പോവേണ്ടെന്നൊരു പിടിയുമില്ലാതെ നമ്മൾ തകർന്നു നിൽക്കുമ്പോൾ, ആ ഒരു വലിയ ശൂന്യതയിൽ, ഒരു വാക്കുപോലും പുറത്തേക്ക് വരാത്ത ആ ഒരു നിശബ്ദതയിൽ പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു പുതിയ ശക്തി ഉണർന്നു വരാറുണ്ട്. ഗണപതി മുനി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബോധം പോലും അലിഞ്ഞുപോയെന്ന് തോന്നുന്ന ആ നിശബ്ദതയിൽ നിന്നാണ് എല്ലാ ചിന്തകളെയും മറികടക്കുന്ന ഒരു വലിയ ഊർജ്ജം ഉദയം ചെയ്യുന്നത്. ആ നിമിഷം ചിലപ്പോൾ ഭയാനകമായിട്ട് തോന്നാം, എന്നാലും അതിലൊരു അത്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഇത്തരം അനുഭവങ്ങളെ ഒരു പരാജയമായിട്ട് അല്ലെങ്കിൽ കിട്ടിയൊരു ശിക്ഷയായിട്ടൊക്കെയാണ് കാണാറ്. പക്ഷേ ഇതൊരു പാഠമാണെങ്കിലോ? ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട അറിവുകൾ നമുക്ക് പകർന്നു തരാൻ വേണ്ടി മാത്രം വരുന്ന ഒരു ചൈതന്യത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് എപ്പോൾ തോന്നുന്നുവോ, ആ നിമിഷത്തിൽ മാത്രം നമ്മുടെ വാതിൽ തുറന്നു വരുന്ന ഒരു ശക്തി, ആ പുരാതനമായ ഊർജ്ജത്തെയാണ് മുത്തശ്ശി ചൈതന്യമെന്ന് വിശേഷിപ്പിക്കുന്നത്. അത് സൗന്ദര്യത്തിൻ്റെയോ സമൃദ്ധിയുടെയോ ദേവതയല്ല, മറിച്ച് ശൂന്യതയുടെയും വിരക്തിയുടെയും ജ്ഞാനമാണ്. അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഈ ഒരു ചോദ്യത്തിൽ നിന്ന്. ജീവിതകാലം മുഴുവൻ എന്തെങ്കിലുമൊക്കെ നേടാനും കൂട്ടിച്ചേർക്കാനും ഓടി നടക്കുന്ന നമ്മൾ, ഈ നഷ്ടപ്പെടുന്നതിലൊക്കെ ഒരു വലിയ ജ്ഞാനമുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ നമ്മൾ തിരയുന്ന ഏറ്റവും വലിയ അറിവ് ഒളിഞ്ഞിരിക്കുന്നത് ആ നഷ്ടങ്ങളിൽ തന്നെയാകാം, അല്ലേ? നമ്മൾ വിജയിക്കുമ്പോൾ നമുക്കൊരുപാട് സുഹൃത്തുക്കളും ഗുരുക്കന്മാരുമൊക്കെ ഉണ്ടാകും. എന്നാൽ പൂർണ്ണമായി പരാജയപ്പെടുമ്പോൾ, തനിച്ചാകുമ്പോൾ ആരാണ് നമുക്ക് വഴി കാണിച്ചു തരാനുണ്ടാവുക? ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതുമൊക്കെ ഒരൊറ്റ കാര്യമാണ്: ഒരു നല്ല ജീവിതം കെട്ടിപ്പടുത്തണം, നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ജോലി വേണം, ഒരു വീട് വെക്കണം, സന്തോഷമുള്ളൊരു കുടുംബം. നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ആഗ്രഹങ്ങളുമൊക്കെ ഈ നേട്ടങ്ങൾക്ക് ചുറ്റുമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നതും അതുതന്നെ. എല്ലാവരും അവരുടെ വിജയങ്ങൾ ആഘോഷിക്കുന്നു. ഈ കെട്ടിപ്പടുക്കലിൻ്റെ ഓട്ടത്തിനിടയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് മറന്നുപോകുന്നുണ്ട്. ജീവിതത്തിന് വേറൊഴുക്ക് കൂടിയുണ്ട്. നമ്മുടെ കൺട്രോളിനും അപ്പുറം നമ്മളുണ്ടാക്കിയതെല്ലാം തകർന്നു പോകുന്ന ചില അനുഭവങ്ങൾ. ചിലപ്പോൾ പെട്ടെന്നൊരു ജോലി നഷ്ടപ്പെടുന്നു, നമ്മൾ സ്നേഹിച്ചവർ അകന്നുപോകുന്നു, ആരോഗ്യം ക്ഷയിക്കുന്നു. ഇതിനെ വെറുമൊരു ദൗർഭാഗ്യമെന്ന് വിളിക്കാൻ പറ്റില്ല, മറിച്ച് ഇത് ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാനപരമായ ഒരു ശക്തിയാണ്. ഒരു പ്രകൃതി നിയമം പോലെയൊന്ന്. സൃഷ്ടിയുണ്ടെങ്കിൽ ലയനവും ഉണ്ടാകുമല്ലോ. ആ ലയനത്തിൻ്റെ ശക്തിയാണ് നമ്മൾ പലപ്പോഴും പേടിക്കുന്നത്. അപ്പോൾ ആരാണ് ആ ഗുരു? ഈ ലോകം നമ്മളെ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം പരാജയപ്പെടുമ്പോൾ, നമുക്ക് വഴികാട്ടിയായിരുന്നവരെല്ലാം കൈവിടുമ്പോൾ, ആഴത്തിലുള്ള ഏകാന്തതയിൽ നമ്മെ തേടിയെത്തുന്ന ആ ജ്ഞാനത്തിന്റെ ഉറവിടം ഏതാണ്? ആരാണ് ആ അദൃശ്യായ ശക്തി? ആ ചൈതന്യമാണ് ധൂമാവതി, ദശമഹാവിദ്യകളിൽ 7ാമത്തെ ദേവി. ദേവിമാരിൽ ഏറ്റവും പ്രായം ചെന്നവളായി ഒരു മുത്തശ്ശിയുടെ രൂപത്തിൽ സങ്കൽപ്പിക്കപ്പെടുന്നൊരാൾ. സൗന്ദര്യമോ ഐശ്വര്യമോ സന്തോഷമോ ഒന്നും വാഗ്ദാനം ചെയ്യാത്തവൾ, മറിച്ച് കഠിനമായ സത്യങ്ങളെ മുഖാമുഖം കാണിച്ചു തന്ന് നമ്മെ മോചിപ്പിക്കുന്നവൾ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിലാണ് അവളുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ ശരിക്കും ആരാണീ ധൂമാവതി? അവളുടെ യഥാർത്ഥ സ്വരൂപം എന്താണ്? അവളുടെ പേരിൽ തന്നെ ഉണ്ട് ആദ്യത്തെ സൂചന: ധൂമം, അതായത് പുക. എന്തുകൊണ്ടാണ് ഈ ദേവിയെ പുകയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? അതിനു പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. പ്രകാശത്തിന്റെ അഭാവമാണ് അവളുടെ ലോകം. അപ്പോ ധൂമാവതി എന്ന പേരിന്റെ അർത്ഥം പുകയിൽ നിന്ന് ഉണ്ടായവൾ അല്ലെങ്കിൽ പുക കൊണ്ട് നിറഞ്ഞവൾ എന്നൊക്കെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, പുകയുടെ സ്വഭാവം എന്താ? അത് വെളിച്ചം തരില്ല, അല്ലേ? പകരം നമ്മുടെ കാഴ്ചയെ മറയ്ക്കുകയാണ് ചെയ്യുക. ശരിക്കും അതുപോലെ തന്നെയാണ് ധൂമാവതിയും. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും നഷ്ടങ്ങളുമൊക്കെ ഒരു പുകമറ പോലെ നമ്മുടെ കാഴ്ചയെ മറയ്ക്കുന്നു. നമുക്ക് പരിചിതമായ വഴികൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ വ്യക്തിത്വം പോലും ആ പുകയിൽ അദൃശ്യമായി പോകും. എന്തിനാണെന്നോ? അതിനപ്പുറമുള്ള, നമ്മൾ ഇതുവരെ കാണാത്ത ചില ആഴത്തിലുള്ള സത്യങ്ങളെ വെളിപ്പെടുത്തി തരാൻ വേണ്ടി. അവളെ ഒരു വിധവയായിട്ട് ചിത്രീകരിക്കുന്നതിനും വളരെ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. ശിവൻ എന്ന സൃഷ്ടിയുടെയും ഒരു ദിശാബോധത്തിന്റെയും തത്വമല്ലാത്ത ശുദ്ധമായ ശക്തിയാണവൾ. ഒരു ഡാം തുറന്നുവിടുന്നതിനു മുൻപ് കെട്ടിനിൽക്കുന്ന വെള്ളം പോലെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന വലിയൊരു ഊർജ്ജം. അതായത് ഈ ലോകമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു ലക്ഷ്യവുമില്ലാത്ത, രൂപമില്ലാത്ത ആദിമമായ ഒരു എനർജി. നമ്മുടെ ജീവിതത്തിലെല്ലാം തകരുമ്പോൾ നമ്മളും ഒരു തരത്തിൽ ആ അവസ്ഥയിലേക്ക് മടങ്ങുകയാണ്. ധൂമാവതിയുടെ രൂപം പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കെല്ലാം വിപരീതമാണ് അവളുടെ രൂപം. പക്ഷെ ആ രൂപത്തിനു പിന്നിൽ വലിയൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അവൾ ദൗർഭാഗ്യത്തിന്റെ വേഷം ധരിച്ചെത്തുന്ന ഒരനുഗ്രഹമാണ്. നമുക്കതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ നമ്മളെല്ലാം ജീവിതത്തിൽ ഏറ്റവും ഭയക്കുന്ന കാര്യങ്ങളെയാണ് ധൂമാവതി പ്രതിനിധീകരിക്കുന്നത്. ദാരിദ്ര്യം, ഏകാന്തത, വിശപ്പ്, സഹനം, നിരാശ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാം അവളുടെ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷേ അതുകൊണ്ട് തന്നെയാവാം
പലരും ഈ ദേവിയെ ഒരു ഭയത്തോടെ കാണുന്നതും ആരാധിക്കാൻ മടിക്കുന്നതും. അവളുടെ രൂപം അത്ര ആകർഷകമല്ല. പ്രായം ചെന്ന, വിളറിയ, പല്ലുകൊഴിഞ്ഞൊരു രൂപം. യാത്ര ചെയ്യുന്നത് കുതിരകളില്ലാത്തൊരു രഥത്തിൽ. ഒരു ലക്ഷ്യവുമില്ലാത്തൊരു യാത്രയാണ് അത് സൂചിപ്പിക്കുന്നത്. കൂട്ടിനുള്ളത് ഒരു കാക്കയും. ഇതൊക്കെ സാധാരണയായിട്ട് നമ്മൾ ദുശ്ശഗുണങ്ങളായാണ് കാണുന്നത്. അവൾ അലങ്കാരങ്ങളോ ആഭരണങ്ങളോ ഒന്നും ധരിക്കുന്നില്ല. കാരണം പുറമേയുള്ള ഒന്നിനും ഒരു വിലയുമില്ലാത്തൊരു ലോകത്തെയാണ് അവൾ പ്രതിനിധാനം ചെയ്യുന്നത്. പക്ഷേ അവളുടെ ഭയാനകമായ രൂപത്തിനിടയിലും അവളുടെ കയ്യിലൊരു മുറമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സിമ്പൽ. നെല്ലിൽ നിന്ന് പതിരു വേർതിരിക്കുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ സത്യത്തെ മിഥ്യയിൽ നിന്ന് വേർതിരിക്കാൻ ധൂമാവതി നമ്മെ സഹായിക്കുന്നു. കഷ്ടപ്പാടുകളുടെ ആ കാറ്റിൽ നമ്മുടെ അഹങ്കാരം, നമ്മുടെ കപടസുഹൃത്തുക്കൾ, നമ്മുടെ അനാവശ്യമായ ആഗ്രഹങ്ങൾ എന്ന പതിരെല്ലാം പറന്നുപോകും. അവസാനം എന്താണോ യഥാർത്ഥത്തിൽ വിലപ്പെട്ടത് അത് മാത്രം ബാക്കിയാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. അവളുടെ ആ ഭയാനകമായ രൂപം നമ്മളെ പേടിപ്പിക്കാനല്ല, മറിച്ച് പുറമേയുള്ള സുഖങ്ങളിൽ മാത്രം സന്തോഷം തേടുന്നതിലെ അപകടം നമുക്ക് കാണിച്ചു തരാനാണ്. പണം, പ്രശസ്തി, സൗന്ദര്യം ഇതൊക്കെ ഒരുനാൾ നഷ്ടപ്പെട്ടേക്കാം. അതിനപ്പുറമുള്ളൊരു സത്യത്തിലാണ് യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നതെന്ന് അവൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുള്ള മോചനമാണ് അവളുടെ ലക്ഷ്യം. ചുരുക്കി പറഞ്ഞാൽ ധൂമാവതി ഒരു വിരോധാഭാസമാണ്. അവൾ ദൗർഭാഗ്യത്തിന്റെ രൂപത്തിൽ വരുന്ന സൗഭാഗ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അവസരങ്ങളാണെന്ന് അവൾ പഠിപ്പിക്കുന്നു. ആഴത്തിലുള്ള മുറിവുകളാണ് നമ്മെ കൂടുതൽ കരുണയുള്ളവരാക്കുന്നത്. വലിയ നഷ്ടങ്ങളാണ് നമ്മെ വിരക്തി പഠിപ്പിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് യഥാർത്ഥ ജ്ഞാനത്തിന് നമ്മൾ ഇത്ര വലിയൊരു വില കൊടുക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് അത് കഷ്ടപ്പാടുകളിലൂടെ മാത്രം വരുന്നത്? ഇതിനു പിന്നിലെ ആഴത്തിലുള്ള തത്വചിന്ത എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രകാശത്തെ അറിയണമെങ്കിൽ ഇരുട്ടിനെ അറിയണമല്ലോ. അതുപോലെ പൂർണ്ണതയെ അറിയാൻ ശൂന്യതയും അറിയേണ്ടതുണ്ട്. ധൂമാവതി പ്രതിനിധീകരിക്കുന്നത് ആദിമമായ അന്ധകാരത്തെയാണ്. ഇത് നമ്മൾ പേടിക്കുന്ന തിന്മയുടെ ഇരുട്ടല്ല, മറിച്ച് ഒരു വിത്ത് മുളയ്ക്കുന്നതിനു മുൻപുള്ള മണ്ണിനടിയിലെ ഇരുട്ടുപോലെയാണ്. എല്ലാ സൃഷ്ടിക്കും മുൻപുള്ള വേർതിരിവുകളൊന്നുമില്ലാത്ത ശുദ്ധമായ ബോധത്തിന്റെ അവസ്ഥ. നമ്മളെവിടെ നിന്ന് വന്നുവോ, ഒടുവിൽ എവിടേക്ക് മടങ്ങുന്നുവോ ആ ഉറവിടം. നമ്മുടെ അഹങ്കാരവും വ്യക്തിത്വവുമൊക്കെ അലിഞ്ഞില്ലാതാവുമ്പോൾ നമ്മൾ ആ ആദിമമായ അവസ്ഥയിലേക്ക് ഒരു നിമിഷത്തേക്ക് മടങ്ങുകയാണ്. ഈ ഒരു ആശയം എത്ര ആഴമുള്ളതാണെന്ന് നോക്കൂ. നമുക്കറിയാവുന്ന ഈ ചെറിയ ജീവിതം, ജനനത്തിനു മുൻപും മരണത്തിനു ശേഷവുമുള്ള ഒരു വലിയ അജ്ഞാതമായ യാഥാർത്ഥ്യത്തിനിടയിലെ ഒരു കുഞ്ഞു വെളിച്ചം മാത്രം. ആ വലിയ യാഥാർത്ഥ്യത്തെയാണ് ധൂമാവതി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഈ ചെറിയ ജീവിതത്തിലെ നേട്ടങ്ങളും കോട്ടങ്ങളുമൊക്കെ ആ വലിയ യാഥാർത്ഥ്യത്തിനു മുന്നിൽ എത്ര നിസ്സാരമാണെന്ന് അവൾ കാണിച്ചു തരുന്നു. ഇവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകളിലെ വ്യത്യാസം വരുന്നത്. ലോകം സഹനങ്ങളെ ഒരു പരാജയമായിട്ട്, ഒരു വഴിയുടെ അവസാനമായിട്ട് കാണുന്നു. എന്നാൽ ധൂമാവതി പഠിപ്പിക്കുന്നത് നേരെ മറിച്ചാണ്. ഓരോ സഹനവും ആഴത്തിലേക്ക് പോകാനുള്ളൊരു ക്ഷണമാണ്. ഓരോ നഷ്ടവും ഈ ലോകത്തോടുള്ള നമ്മുടെ അമിതമായ ആസക്തി കുറയ്ക്കാനുള്ളൊരു അവസരമാണ്. ഓരോ ശൂന്യതയും ഒരു അവസാനമല്ല, അത് യഥാർത്ഥ യാഥാർത്ഥ്യത്തിലേക്കുള്ളൊരു വാതിലാണ്, ഒരു പുതിയ തുടക്കമാണ്. അവരുടെ ആ കഠിനമായ പാഠങ്ങളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളിൽ ചില വലിയ ഗുണങ്ങൾ വളർന്നുവരും. ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ കാത്തിരിക്കുമ്പോൾ നമ്മൾ ക്ഷമ പഠിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും മുന്നോട്ടു പോകുമ്പോൾ സ്ഥിരോത്സാഹം പഠിക്കുന്നു. നമ്മെ വേദനിപ്പിച്ചവരോട് വെറുപ്പ് വയ്ക്കാതിരിക്കുമ്പോൾ ക്ഷമിക്കാനുള്ള കഴിവ് നേടുന്നു. ഒന്നിനും സ്ഥിരതയില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ വിരക്തിയെന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നു. ധൂമാവതിയുടെ ശൂന്യത എന്നാൽ ഒന്നുമില്ലായ്മ എന്നല്ല അർത്ഥം. അത് നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും അപ്പുറമുള്ള ഒരു തലമാണ്. നമ്മുടെ മനസ്സിലെ ആ നിർത്താതെയുള്ള സംസാരമൊന്ന് നിലയ്ക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു ശാന്തത. അവിടെ ഞാൻ, എന്റേത് എന്ന വേർതിരിവുകളൊന്നുമില്ല. എല്ലാം ഒന്നായിത്തീരുന്ന ശുദ്ധമായ ബോധത്തിന്റെ അനുഭവം. അതാണ് യഥാർത്ഥ ശൂന്യത, ഒരു തരം സമാധി. അപ്പോൾ ഈ അറിവുകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റുക? ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ഈ കാഴ്ചപ്പാട് നമ്മെ എങ്ങനെയാണ് സഹായിക്കുക? ധൂമാവതിയുടെ പാഠം ഒരു ഫിലോസഫി മാത്രമല്ല, അതൊരു പരിശീലനം കൂടിയാണ്. അടുത്ത തവണ ജീവിതം വല്ലാതെ കഠിനമാകുമ്പോൾ അതിനെ ഒരു ശത്രുവായി കാണുന്നതിന് പകരം ഒരു ഗുരുവിനെപ്പോലെ ബഹുമാനിക്കുക. ഉത്തരങ്ങൾക്കായി പരക്കം പായുന്നതിന് പകരം ആ അനിശ്ചിതത്വത്തിൽ, ആ അറിയായ്മയിൽ ശാന്തമായിരിക്കാനൊന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങളുടെ ഭയങ്ങളെയും ആഗ്രഹങ്ങളെയും ഒന്ന് നിരീക്ഷിക്കുക. എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടത്? എന്താണ് നിങ്ങൾ ഭയക്കുന്നത്? ആ തിരിച്ചറിവിന്റെ മുറമുപയോഗിച്ച് അനാവശ്യമായതിനെ ഉപേക്ഷിച്ച് സത്യത്തിൽ ഉറച്ചു നിൽക്കുക. ഒടുവിൽ നമ്മൾ വളരെ ആഴമേറിയ ഒരു സത്യത്തിലേക്ക് എത്തിച്ചേരുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നു പറയുന്നത് നമുക്കിഷ്ടമുള്ളതെല്ലാം നേടുന്നതല്ല, മറിച്ച് ഒന്നിനോടും അടങ്ങാത്ത ആഗ്രഹമില്ലാത്ത ഒരു മാനസികാവസ്ഥയാണ്.
അടുത്തതെന്തു വേണം, എന്തു നേടണം എന്ന ആ നിർത്താതെയുള്ള വെപ്രാളത്തിൽ നിന്നുള്ള ഒരു മോചനം, ആഗ്രഹങ്ങളുടെ ചങ്ങലകളിൽ നിന്നുള്ള ആ മോചനമാണ് ധൂമാവതി നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഒരു പുക പോലെ കാഴ്ചയെ മറയ്ക്കുമ്പോൾ ഓർക്കുക, അതൊരു അവസാനമല്ല, അതൊരവസരമാണ്. ഭയക്കുന്നതിന് പകരം അതിലേക്ക് ശ്രദ്ധിക്കുക. ഒരുപക്ഷെ അവിടെയാവാം ഏറ്റവും വലിയ സത്യം നിങ്ങളെ കാത്തിരിക്കുന്നത്. ആ പുകമറയ്ക്കുള്ളിൽ നിങ്ങൾക്കായി മാത്രം കാത്തിരിക്കുന്ന ആ സത്യം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ.